നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ഭരണിക്കാവ് ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നെന്ന ആരോപണം. സ്വകാര്യ ബസ് ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചു. സ്റ്റാൻഡ് നിലനിർത്തണമെന്ന ആവശ്യം ശക്തം. സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. പവന് 320 രൂപ വർദ്ധിച്ചു. ഗ്രാമിന് 10,320 രൂപയും പവന് 82,560 രൂപയും. രാജ്യത്ത് ഇരട്ട സ്ലാബ് GST പരിഷ്കരണം പ്രാബല്യത്തിൽ. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നഷ്ടം നികത്താതെയാണ് കേന്ദ്രത്തിന്റെ പുതിയ പരിഷ്കരണം. ഇനി മുതൽ 5%, 18%വുമാണ് GST സ്ലാബുകൾ. വിശദമായ വാർത്തകളിലേക്ക്. ഭരണിക്കാവ് ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നെന്ന ആരോപണം. സ്റ്റാൻഡ് നിലനിർത്തുന്നതിനായി സ്വകാര്യ ബസ് ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചു. നിയമ പോരാട്ടത്തിനൊപ്പം പ്രതിഷേധ സമരങ്ങൾ ശക്തമാക്കാനും സ്വകാര്യ ബസ് ഉടമകൾ തീരുമാനിച്ചു. ശാസ്താംകോട്ട ഭരണിക്കാവിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നെന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ ആരോപണം. ബസ് സ്റ്റാൻഡ് നിലനിർത്തുന്നതിനായാണ് സ്വകാര്യ ബസ് ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റ് 1 മുതലാണ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമായത്. പോലീസും മോട്ടോർ വാഹന വകുപ്പും ഉൾപ്പെടെ സ്റ്റാൻഡിന്റെ സുഗമമായ പ്രവർത്തനത്തിന് അക്ഷീണം പ്രയത്നിച്ചു. ഇതോടെ ബസ് സ്റ്റാൻഡ് പൊതുജനം ഏറ്റെടുക്കുകയായിരുന്നു. എന്നാൽ ഭരണിക്കാവിലെ ചില വ്യാപാരികൾ ബസ് ജംഗ്ഷനിൽ നിർത്തണമെന്ന ആവശ്യവുമായി രംഗത്തെത്തി. ഇതോടെ MLA-യുടെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിരവധി സർവകക്ഷി യോഗങ്ങളും ട്രാഫിക് മോണിറ്ററിംഗ് കമ്മിറ്റികളും ചേർന്നു. ജംഗ്ഷനിൽ സ്റ്റോപ്പ് അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ഈ നിർദ്ദേശം അംഗീകരിക്കാൻ സ്വകാര്യ ബസ്സുകൾ തയ്യാറായില്ല. ഞങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് നിയമവിരുദ്ധമായ സംഭവങ്ങൾ പ്രവൃത്തികൾ ചെയ്യുന്നതിന് പ്രേരണ ചെലുത്തുന്ന ഒരു ഘട്ടം വന്നാൽ ഞങ്ങൾ ഈ സർവീസുകൾ നിർത്തിവെക്കുക എന്നുള്ള സംഭവം. ഞങ്ങളെ ഈ അവിടെ നിന്ന് ഒളിച്ചോടി വന്നവരൊന്നുമല്ല. ഞങ്ങൾക്ക് പെർമിറ്റ് തരുന്നത് കളക്ടർ ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി പെർമിറ്റ് തരുമ്പോൾ അതിൻ്റെ എല്ലാ നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട്. 1 കിലോമീറ്റർ ഒരു വണ്ടി സർവീസ് നടത്തുന്നതിനും അതിനിടയിൽ അംഗീകൃത ബസ് സ്റ്റോപ്പുകൾ നിർത്തി ആളിനെ ഇറക്കുന്നതിനും കയറ്റുന്നതിനും കൂടാണ് 2.5 മിനിറ്റ്. ഈ 2.5 മിനിറ്റിന് 5 മിനിറ്റോ 10 മിനിറ്റോ ഭരണിക്കാവ് കിടന്ന് ചുറ്റിയാൽ ഒരൊറ്റ സർവീസുകളും അത് എത്തേണ്ട സ്ഥാനത്തേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അത്തരം ഇല്ലീഗൽ ഓപ്പറേഷന് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ രേഖാമൂലം അവർ എഴുതി തരട്ടെ. ഇങ്ങനെ ശാസ്താംകോട്ടയിൽ നിന്ന് ഇവിടുന്ന് വണ്ടി ആദ്യമേ ഭരണിക്കാവിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പിന്നെ പാർട്ടി ഓഫീസിൻ്റെ അടുത്തുകൂടെ ഇറങ്ങി പിന്നെ ബസ് സ്റ്റാൻഡിൽ ചെന്ന് വീണ്ടും ചക്കോൾ ലൈനിൽ കയറ്റി വീണ്ടും പിന്നെ ഭരണിക്കാവ് ജംഗ്ഷനിൽ വന്ന് ട്രാഫിക്കും നോക്കിയിട്ട് പിന്നെ സർവീസ് പോകാൻ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥർ എഴുതി തരാൻ പറ്റുമോ? എഴുതി തരാൻ പറ്റും. ഞങ്ങൾ ഹൈക്കോടതി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥൻ്റെ ലെറ്റർ വെച്ച് ഞങ്ങൾ കോടതിയിൽ കൊടുക്കും. ഒരു സുപ്രഭാതത്തിൽ നോക്കിയപ്പോൾ ഉണ്ട് 4 ബസ് സ്റ്റോപ്പ് ഭരണിക്കാവിലെ 4 കടകളുടെ മുന്നിൽ. നമ്മളൊക്കെ സംസ്ഥാനത്ത് പല ടൗണുകളിലും പോകുന്നുണ്ട്. ഇവിടെയൊക്കെ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്ന വെയിറ്റിംഗ് ഷെഡ്, യാത്രക്കാർക്ക് കയറി മഴയും വെയിലും ഏൽക്കാതെ നിൽക്കാനുള്ള വെയിറ്റിംഗ് ഷെഡും ആ കാര്യങ്ങളുമായിട്ടുള്ള ബസ് സ്റ്റോപ്പ് കണ്ടില്ല. ആ ബസ് സ്റ്റോപ്പ് തന്നെ റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി ബോർഡിൽ വെച്ച് അവരുടെ അനുവാദം വേണം. ആ അനുവദിക്കുന്നതാണ് ബസ് സ്റ്റോപ്പ്. ഇത് ഒരു ദിവസം 3 വ്യാപാരികൾ പോയി 4 ബോർഡുണ്ടാക്കി 4 കടയുടെ മുമ്പിൽ വെച്ചിട്ട് ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അത് ആടിനെ പട്ടിയാക്കുന്ന നടപടിയാണ്. ആ സൈസ് പരിപാടികളൊന്നും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ അടുത്തോ ബസ് ജീവനക്കാരുടെ അടുത്തോ ഇറക്കേണ്ട കാര്യമില്ല. ഞങ്ങളിത് നിയമപരമായി ഓപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റാൻഡിന്റെ പ്രവർത്തനം അട്ടിമറിക്കാനുള്ള ഏതു നീക്കവും നിയമപരമായും പ്രക്ഷോഭത്തിലൂടെയും നേരിടുമെന്ന് സ്വകാര്യ ബസ് ഓണേഴ്സ് അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് കുമ്പളത്ത് രാജേന്ദ്രൻ, സെക്രട്ടറി അഷ്റഫ് സഫ എന്നിവർ പറഞ്ഞു. 1 ലക്ഷത്തിനും 1 ലാഭത്തിനും വേണ്ടിയില്ല ഞങ്ങൾ നിലകൊള്ളുന്നത്. ഞങ്ങൾക്ക് ഈ സർവീസ് സുഗമമായിട്ട് നടത്തണം. 10, 60, 70 കിലോമീറ്ററാണ് കൊല്ലം പത്തനംതിട്ട, അല്ലെങ്കിൽ ചവറ പത്തനംതിട്ട, അല്ലെങ്കിൽ പത്തനംതിട്ട കൊല്ലം, പത്തനംതിട്ട ചവറ, അല്ലെങ്കിൽ കരുനാഗപ്പള്ളി എന്ന് അത്രയും നേരം ഓടി നിൽക്കേണ്ടത്. നമുക്കറിയാം 1 മിനിറ്റ് ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ RTO ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സമയം 2.5 മിനിറ്റാണ്. അതിനകത്ത് ഈ ഇപ്പോഴത്തെ റോഡിലെ എല്ലാ പ്രതിബന്ധങ്ങളും മാറ്റിവെച്ചുകൊണ്ട് വേണം ഞങ്ങൾക്ക് സർവീസ് നടത്താൻ. ഈ വസ്തുത കൂടി മനസ്സിലാക്കുക. അല്ലാതെ അവിടെ ഇവിടെ നിന്ന് കാര്യങ്ങൾ പറയുന്നവർക്കൊന്നും ഇതിൻ്റെ വസ്തുതകൾ അറിയില്ല. സ്വകാര്യ ബസ്സിന് ഞങ്ങൾ ഇതിനൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് ഞങ്ങളുടെ വസ്തുതകളും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കോടതി തീരുമാനങ്ങൾ വരട്ടെ. അല്ലാതെ ഒരു ജനപ്രതിനിധികളോ ഒരു ഉദ്യോഗസ്ഥന്മാരോ ഞങ്ങളിനി ഈ നിയമങ്ങൾ പഴയ തലത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ഭരണിക്കാവ് ബഹിഷ്കരിക്കുകയോ ഉള്ള സർവീസ് നടത്തുകയോ അല്ലെങ്കിൽ സർവീസ് നടത്തി വെച്ചുകൊണ്ട് അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം വരെ നടത്താനാണ് ഞങ്ങളും തൊഴിലാളികളും തീരുമാനിച്ചിട്ടുള്ളത്. സ്റ്റാൻഡിന്റെ പ്രവർത്തനം അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചതിനൊപ്പം തന്നെ ശക്തമായ പ്രക്ഷോഭങ്ങളെ സംഘടിപ്പിക്കാനാണ് ബസ് ഉടമകളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.
സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. ഗ്രാമിന് 10,320 രൂപയും പവന് 82,560 രൂപയുമായി. പവന് 320 രൂപയാണ് ഇന്ന് വർദ്ധിച്ചത്. ശനിയാഴ്ചത്തെ 82,240 രൂപയായിരുന്നു ഇതിനു മുൻപുള്ള വലിയ വില. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് സ്വർണ്ണവിലയിൽ ചെറിയ ആശ്വാസം ലഭിച്ചെങ്കിലും വീണ്ടും വില ഉയരുന്ന പ്രവണതയാണുള്ളത്. സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. ഗ്രാമിന് 10,320 രൂപയും പവന് 82,560 രൂപയുമായി. പവന് 320 രൂപയാണ് തിങ്കളാഴ്ച വർദ്ധിച്ചത്. ശനിയാഴ്ചത്തെ 82,240 രൂപയായിരുന്നു ഇതിനു മുൻപുള്ള കൂടിയ വില. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് സ്വർണ്ണവിലയിൽ ചെറിയ ആശ്വാസം ലഭിച്ചെങ്കിലും വീണ്ടും വില ഉയരുന്ന പ്രവണതയാണുള്ളത്. ജുവലറിയിൽ നിന്ന് ആഭരണം വാങ്ങുമ്പോൾ പവന് 90,000 രൂപയാകും. സെപ്റ്റംബർ 9-നാണ് സ്വർണ്ണവില പവന് 80,000 രൂപ കടന്നത്. സെപ്റ്റംബർ 16-ന് 82,080 രൂപ ആകുകയും ചെയ്തു. വർഷാവസാനത്തിൽ 1 ലക്ഷം കടക്കുമെന്നുള്ള പ്രവചനവുമുണ്ട്. രാജ്യാന്തര വിപണിയിൽ വില കൂടിയതും രൂപയുടെ മൂല്യം ഇടിഞ്ഞതുമാണ് സ്വർണത്തിന്റെ വില ഉയരാനുള്ള പ്രധാന കാരണം. അമേരിക്ക പലിശ നിരക്കും കുറച്ചതോടെ സ്വർണത്തിലേക്ക് കൂടുതൽ പേർ ആകൃഷ്ടരാകുന്നുണ്ട്. ഇനിയും വില കൂടുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക് സൗത്ത് വിഷൻ. രാജ്യത്ത് ഇരട്ട സ്ലാബ് GST പരിഷ്കരണം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. 5, 12, 18, 28% എന്നിങ്ങനെ 4 സ്ലാബുകളിലായിരുന്ന നികുതി ഘടനയിൽ തിങ്കളാഴ്ച മുതൽ 5%, 18% സ്ലാബുകൾ മാത്രമേ ഉണ്ടാകൂ. ഇരട്ട സ്ലാബ് ഉൽപ്പന്നങ്ങളുടെ വിലക്കുറവിന് സാധ്യമാകുമെങ്കിലും സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നഷ്ടം നികത്താതെയാണ് കേന്ദ്രത്തിന്റെ പുതിയ പരിഷ്കരണം. രാജ്യത്ത് ഇരട്ട സ്ലാബ് GST പരിഷ്കരണം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. 5, 12, 18, 28% എന്നിങ്ങനെ 4 സ്ലാബുകളായിരുന്ന നികുതി ഘടനയിൽ ഇന്നു മുതൽ 5%, 18% സ്ലാബുകൾ മാത്രമേ ഉണ്ടാകൂ. ഇരട്ട സ്ലാബ് ഉൽപ്പന്നങ്ങളുടെ വിലക്കുറവിന് സാധ്യമാകുമെങ്കിലും സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നഷ്ടം നികത്താതെയാണ് കേന്ദ്രത്തിന്റെ പുതിയ പരിഷ്കരണം. അവശ്യവസ്തുക്കൾ, ഭക്ഷ്യധാന്യങ്ങൾ, മരുന്നുകൾ തുടങ്ങി ഭൂരിഭാഗം സാധനങ്ങളും 5% സ്ലാബിലാണ്. നേരത്തെ ഉണ്ടായിരുന്ന 12%, 28% GST സ്ലാബുകൾ വെട്ടിക്കുറച്ചാണ് പുതിയ പരിഷ്കരണം കൊണ്ടുവന്നിരിക്കുന്നത്. 5%, 18% എന്നിങ്ങനെ 2 പ്രധാന സ്ലാബുകളിലും പ്രത്യേക വിഭാഗത്തിൽ 40% സ്ലാബും ഉൾപ്പെടുത്തിയാണ് പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത്. പുതുക്കിയ സ്ലാബുകളിൽ നിത്യോപയോഗ സാധനങ്ങൾ, വസ്ത്രങ്ങൾ, മരുന്നുകൾ എന്നിവയ്ക്കും വില കുറയും. ആരോഗ്യ ഇൻഷുറൻസ് നികുതി, ജീവൻ രക്ഷാ മരുന്നുകൾ, ഇന്ത്യൻ നിർമ്മിത ബ്രെഡ് എന്നിവയെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയ സ്ലാബ് കേരളത്തിന് പ്രതിവർഷം 10,000 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കുമെന്നാണ് കണക്കുകൂട്ടൽ. സിമന്റ്, ഓട്ടോമൊബൈൽ ഇൻഷുറൻസ്, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ നികുതി കുറവ് എന്നിവ കേരളത്തിൽ നിന്നും 2,500 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കും. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയുമെങ്കിലും ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാന വില വർദ്ധിപ്പിക്കാനുള്ള കമ്പനികളുടെ നീക്കത്തെ തടയുന്നതിന് കേന്ദ്രം നടപടി സ്വീകരിച്ചിട്ടില്ല. വ്യാപാര മേഖലയിൽ പുതിയ സ്റ്റോക്കുകൾ എത്തിയാൽ മാത്രമേ ചെറുകിട വ്യാപാര രംഗത്ത് വിലക്കുറവ് പ്രതിഫലിക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് സൗത്ത് വിഷൻ. എഴുകോണിൽ ട്രാൻസ്ഫോമർ കത്തി നശിച്ചു. ദേശീയപാതയിൽ കൊളന്നൂർ SNG സ്കൂളിന് സമീപമായിരുന്നു അപകടം. ദേശീയപാതയോരത്ത് സ്ഥാപിച്ചിരുന്ന ട്രാൻസ്ഫോമർ സ്ഫോടന ശബ്ദത്തോടെ കത്തുകയായിരുന്നു. എഴുകോണിൽ ദേശീയപാതയിൽ കൊളന്നൂർ SNG സ്കൂളിന് സമീപം ട്രാൻസ്ഫോമർ കത്തി നശിച്ചു. ദേശീയപാതയോരത്ത് സ്ഥാപിച്ചിരുന്ന ട്രാൻസ്ഫോമർ സ്ഫോടന ശബ്ദത്തോടെ കത്തുകയായിരുന്നു. കാരണം വ്യക്തമല്ല. കുണ്ടറയിൽ നിന്നും അഗ്നിരക്ഷാ സേനയെത്തിയാണ് തീ കെടുത്തിയത്. ദേശീയപാതയിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. സ്നേഹസ്പർശം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ 19ാം ഘട്ട ധനസഹായ വിതരണം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൊല്ലം കൂട്ടിക്കട യൂണിറ്റിലായിരുന്നു പരിപാടി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടപ്പാക്കുന്ന സ്നേഹസ്പർശം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ 19ാം ഘട്ട ധനസഹായ വിതരണം കൂട്ടിക്കടയിൽ നടത്തി. കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് കുടുംബ സുരക്ഷാ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. M. നൌഷാദ് MLA ധനസഹായ വിതരണം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ താങ്ങി നിർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ കൈത്താങ്ങാവുന്നത് വ്യാപാരികളാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വ്യാപാരികളാണ്. വ്യാപാരികൾ എന്ന് പറയുമ്പോൾ സർക്കാരിന് പ്രവർത്തിക്കണമെങ്കിൽ കയ്യിൽ എന്ത് വേണം? സർക്കാരിന്റെ കയ്യിൽ പണം വേണം, അല്ലേ? സർക്കാരിലേക്ക് ഈ പണം എത്തിക്കുന്ന വ്യത്യസ്ത സോഴ്സുകളുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് വ്യാപാരികൾ തന്നെയാണ്. മുമ്പ് ഇപ്പൊ GST വന്നതോടുകൂടി 2 ഗവൺമെന്റുകളുടെ അവകാശം നിങ്ങൾക്ക് അവകാശപ്പെടാം. 2 ഗവൺമെന്റുകളുടെ, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സംരക്ഷകരായി വ്യാപാരികൾ മാറിയിട്ടുണ്ട്. ജനങ്ങളിൽ നിന്നും നികുതി കളക്ട് ചെയ്ത് സർക്കാരിലേക്ക് കൊടുക്കുന്ന കളക്ഷൻ ഏജന്റന്മാർ ആണ്.
തീർച്ചയായും അത് വളരെ വളരെ വലിയൊരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരാണ് വ്യാപാരികൾ. കൊല്ലം ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. ആവറേജിന് താഴെ ശരാശരിക്ക് താഴെ നിൽക്കുന്നതാണ്. അങ്ങനെയുള്ള അംഗങ്ങൾ കൂടുതലുള്ള ഏകോപന സമിതിയിൽ അതിസമ്പന്നന്മാരെ ഉൾക്കൊള്ളുന്ന സംഘടനയിലെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അതിസമ്പന്നന്മാരെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് ഓരോ വിഭാഗത്തിൻ്റെതായ സംഘടനകൾ മറുഭാഗത്ത് പല രീതിയിൽ പ്രവർത്തിക്കുന്നു. ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോജോ കെ എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. മയ്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ ഷാഹിദ, കോർപ്പറേഷൻ കൗൺസിലർ എസ് സുജ, ജില്ലാ ട്രഷറർ എസ് കബീർ, ഇരവിപുരം നിയോജകമണ്ഡലം പ്രസിഡന്റ് എ അൻസാരി, എസ് പളനി, റാഫി, പി ബാലചന്ദ്രൻ, ജെ സതീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചവറ പോലീസ് സ്റ്റേഷന് മുന്നിൽ ദളിത് രക്ഷാവേദിയുടെ പ്രതിഷേധം. തിരുവോണനാളിൽ വീട് കയറി അക്രമം നടത്തിയ പ്രതികളെ റിമാൻഡ് ചെയ്യാൻ വൈകിയതിലും മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പ്രതികളെ കാണിക്കാത്തതിലും പ്രതിഷേധിച്ചായിരുന്നു ദളിത് രക്ഷാവേദി പ്രതിഷേധം സംഘടിപ്പിച്ചത്. സംരക്ഷിക്കും പോലീസ്, ഒഴികൾ തിരുത്തിയ പോലീസ്, ഒഴികൾ തിരുത്തിയ പോലീസ്. ദളിത് യുവതിയെയും കുടുംബത്തെയും വീട് കയറി ആക്രമിച്ച പ്രതികളെ റിമാൻഡ് ചെയ്യാൻ വൈകിയതിലും പ്രതികളെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ കാണിക്കാത്തതിനെതിരെയുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ചവറ പോലീസ് സ്റ്റേഷന് മുന്നിൽ ദളിത് രക്ഷാവേദിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. സ്കൂളിൽ പോകും കുഞ്ഞുങ്ങളെ, വലിച്ചു കീറിയ കാവാലികരെ സംരക്ഷിക്കും പോലീസ്. കേസിലെ പ്രതികൾക്ക് തിരുവോണനാളിലാണ് ബൈക്കിലെത്തിയ സംഘം വീട് കയറി ആക്രമണം നടത്തിയത്. പടിഞ്ഞാറേക്കല്ലട വിളന്തറ ആദിത്യ ഭവനിൽ നിന്നും ചവറ തോട്ടിന് വടക്ക് അജിത് ഭവനിൽ താമസിക്കുന്ന നാഗലക്ഷ്മിക്കും ബന്ധുക്കൾക്കും നേരെയാണ് ആക്രമണമുണ്ടായത്. ഈ ഇരകൾക്ക് നീതി കൊടുക്കുവാനും ഈ ചവറ പോലീസിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു രീതിയിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ പ്രതിഷേധിക്കുകയാണ്. ഞങ്ങൾക്ക് നീതി കിട്ടുന്നവരെ ഈ കുഞ്ഞുങ്ങൾക്ക്, ഈ കേസിൽ ഇരകളായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയാണ് ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഈ കുത്തിയിരിക്കുന്നത്. നാളെ നേരം ഇവിടെ ഇരിക്കേണ്ടി വന്നു കഴിഞ്ഞാലും ഇവരോടൊപ്പം ഇവർക്ക് പിന്തുണയുമായി ഈ നാട്ടിലെ ഞങ്ങൾ ഓരോരുത്തരും ഉണ്ടാകുമെന്ന് കൂടി. പ്രതിഷേധ സമരത്തിന് ദളിത് രക്ഷാവേദി കൺവീനർ ദിനകർ കോട്ടക്കുഴി, DHRM മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ചവറ, സാധുജന പരിപാലന സംഘം സെക്രട്ടറി പ്രകാശ് വടക്കന്തല, മണികണ്ഠൻ ദേവലക്കര, നിശാന്ത് ചവറ, പ്രസന്നൻ കൊല്ലക, മണിയൻ മുകുന്ദപുരം തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇവിടെ പ്രധാന പ്രതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോലീസ് കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഭരണാധികാരികൾ, ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ ഈ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കപ്പെടണം. പട്ടികജാതിക്കാർക്ക്, പിന്നോക്കക്കാർക്ക്, സമൂഹത്തിന്റെ പിന്നാമ്പുറത്തുള്ള ഒരാൾക്ക് പോലും നീതി ലഭിക്കാത്ത തരത്തിലാണ് ചവറയിലെ പോലീസ് പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. മൈനാഗപ്പള്ളി 422 നമ്പർ കടപ്പ NSS കരയോഗത്തിൽ കുടുംബസംഗമം നടത്തി. വിദ്യാഭ്യാസ അവാർഡ് വിതരണം, ആദരവ് എന്നിവയും സംഘടിപ്പിച്ചു. മൈനാഗപ്പള്ളി കടപ്പ 422 നമ്പർ NSS കരയോഗത്തിലാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. വിദ്യാഭ്യാസ അവാർഡ് വിതരണം, പ്രതിഭകളെ ആദരിക്കൽ, വിവാഹ ധനസഹായ വിതരണം, പഠനോപകരണ വിതരണം, മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ എന്നിവയും നടത്തി. വിവിധ കലാപരിപാടികളും അരങ്ങേറി. കുടുംബസംഗമോദ്ഘാടനവും പെൻഷൻ വിതരണവും മുതിർന്ന അംഗങ്ങളെ ആദരിക്കലും NSS ട്രഷറർ അഡ്വക്കേറ്റ് NV അയ്യപ്പൻപിള്ള നിർവഹിച്ചു. കണ്ടതുപോലെ ഞങ്ങളെയൊക്കെ ചെറുപ്പത്തിൽ കണ്ടതുപോലെ പ്രാദേശികമായിട്ടും അങ്ങനെയുള്ള വലിയ ആഘോഷങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല. പിന്നെ സംഘടനകൾ ഇത് സമുചിതമായി ആഘോഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സംഘടന നായർ സർവീസ് സൊസൈറ്റി നമ്മളെക്കാൾ കൂടുതൽ ആഘോഷിക്കുന്നത് പുറത്തുള്ള നമ്മുടെ സമുദായത്തിലെ അംഗങ്ങളാണ്. നമ്മളെപ്പോലെ തന്നെ നായർ സമുദായ അംഗങ്ങൾ പുറത്ത് പലയിടങ്ങളിലും തൊഴിലിടങ്ങളിൽ ജീവിക്കുകയാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അതൊരു വിസ്മയം തന്നെയാണ്. നായർ സമുദായങ്ങളില്ലാത്ത ലോകത്തിന്റെ ഒരു കോണുമില്ല. താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗം ബിജു മൈനാഗപ്പള്ളി വിവാഹ ധനസഹായ വിതരണവും പ്രതിഭാ പുരസ്കാര വിതരണവും നിർവഹിച്ചു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി അരുൺ ജി നായർ ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു. കരയോഗം സെക്രട്ടറി A രാമചന്ദ്രൻപിള്ള വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. കരയോഗം ജോയിന്റ് സെക്രട്ടറി S അരവിന്ദാക്ഷൻ പിള്ള അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കരയോഗം പ്രസിഡന്റ് T ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. A രാമചന്ദ്രൻപിള്ള സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.
കായംകുളം മണ്ഡലത്തിൽ MLA അഗ്രഗാമി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് പ്രതിഭ MLA ആണ് അവാർഡുകൾ സമ്മാനിച്ചത്. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്കാണ് MLA മെറിറ്റ് അവാർഡായ അഗ്രഗാമി പ്രതിഭാ പുരസ്കാരം സമ്മാനിച്ചത്. ചിറ്റൂളങ്ങരയിൽ സംഘടിപ്പിച്ച പരിപാടി പ്രതിഭ MLA പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നവരായി കുട്ടികൾക്ക് ഇരിക്കാൻ കഴിയാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യവുമില്ല. സ്വന്തമായിട്ട് മനസ്സിലാക്കാതെ ലോകത്തുള്ള എല്ലാവരെയും മനസ്സിലാക്കിയിട്ട് ഒരു കാര്യമില്ല. എനിക്ക് എൻ്റെ പരിമിതികളെ അറിയാൻ കഴിയണം. എനിക്ക് എൻ്റെ പ്ലസ്സും അറിയാൻ കഴിയണം. എൻ്റെ പരിമിതികളെ അറിഞ്ഞാൽ ആ പരിമിതികളെ എനിക്ക് മറികടക്കാൻ കഴിയും. ഇപ്പം എന്തുകൊണ്ടാണ് സൂംബ ഡാൻസ് തരുന്ന സ്കൂളിൽ? സൂംബ ഡാൻസ് പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടല്ലോ. ഇപ്പം എന്തിനാ തരുന്ന മക്കളെ? നിങ്ങൾക്ക് ആരോഗ്യമില്ല. പുതിയ തലമുറയ്ക്ക് പലർക്കും ആരോഗ്യമില്ല. നല്ല ഭക്ഷണം കഴിക്കുന്നില്ല. ചിറ്റൂളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. സുധാകരക്കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. സിവിൽ സർവന്റും എഴുത്തുകാരനുമായ MP ലിബിൻ രാജ് മുഖ്യപ്രഭാഷണം നടത്തി. കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. റെയിൽവേ യാത്രക്കിടയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന റെയിൽ നീർ കുപ്പിവെള്ളത്തിന്റെ വില കുറയ്ക്കാൻ തീരുമാനം. 1 ലിറ്റർ വെള്ളത്തിന്റെ വില 14 രൂപയായി കുറച്ചു. തിങ്കളാഴ്ച മുതൽ വിലക്കുറവ് പ്രാബല്യത്തിൽ വരും. IRCTC വഴി വിതരണം ചെയ്യുന്ന റെയിൽ നീർ കുപ്പിവെള്ളത്തിന്റെ വിലയാണ് കുറച്ചത്. 1 ലിറ്റർ കുപ്പിവെള്ളത്തിന്റെ വില 15-ൽ നിന്നും 14 കുറച്ചു. റെയിൽവേക്ക് പുറത്ത് 1 ലിറ്ററിന് 20 രൂപ വിലയിൽ വിൽക്കുന്ന വെള്ളമാണ് റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനിലും 14 രൂപയ്ക്ക് ലഭിക്കുക. 1/2 ലിറ്ററിന്റെ കുപ്പിവെള്ളത്തിന് 10 രൂപ എന്ന വില 9 രൂപയായും കുറച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും വിതരണം ചെയ്യുന്ന മറ്റ് ബ്രാൻഡുകളും പരമാവധി റെയിൽ നീരിന്റെ അതേ വില മാത്രമേ ഉപയോഗിക്കാവൂ എന്നും റെയിൽവേ സർക്കുലറിലൂടെ നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിൽ 20 പ്ലാന്റുകൾ വഴിയാണ് രാജ്യത്തെ 410 റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും റെയിൽ നീർ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നത്. കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയിലാണ് പ്ലാന്റ് ഉള്ളത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 46.46 കോടി കുപ്പിവെള്ളമാണ് റെയിൽവേ വിൽപ്പന നടത്തിയത്. ഇതുവഴി 378.58 കോടിയുടെ വിറ്റുവരവാണ് നേടിയത്. ഇത് IRCTCയുടെ ആകെ വരുമാനത്തിന്റെ 8.10% ന്യൂസ് ബ്യൂറോ, കൊല്ലം. രാജ്യം പുരോഗതി കൈവരിക്കുന്നത് മനുഷ്യവിഭവശേഷി വർദ്ധിക്കുമ്പോഴാണെന്ന് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരഗൌഡ. KC വേണുഗോപാൽ MPയുടെ മെറിറ്റ് അവാർഡ് പൊൻതൂവൽ 2ാം ഘട്ട വിതരണത്തിന്റെ ഉദ്ഘാടനം കായംകുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യവിഭവ വികാസത്തിന്റെ കാര്യത്തിൽ കേരളം മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ വിവേചനത്തോടെയാണ് പെരുമാറുന്നത്. വിദ്യാഭ്യാസമുള്ള തലമുറയെ സൃഷ്ടിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയൂ എന്നും കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരഗൌഡ പറഞ്ഞു. KC വേണുഗോപാൽ MPയുടെ മെറിറ്റ് അവാർഡായ പൊൻതൂവൽ 2025ന്റെ 2ാം ഘട്ട വിതരണോദ്ഘാടനം കായംകുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. But the most important development contributor is not highways, it's not airports, it's not buildings. Development depends on human development. So the most important contributor to the country's development is the human resource. KC വേണുഗോപാൽ MP അധ്യക്ഷത വഹിച്ചു. പഠിച്ച് ഉന്നത വിജയം നേടിയാലും മികച്ച ജോലിയും ജീവിത നിലവാരവും ലഭിക്കുമോ എന്ന വിദ്യാർത്ഥികളുടെ ഉത്കണ്ഠയാണ് നമ്മുടെ സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളിയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം നമുക്ക് പകർന്നു തന്ന, ക്യാമ്പസ് പകർന്നു തന്ന ഏറ്റവും വലിയ നന്മ എന്താണെന്ന് ചോദിച്ചാൽ സ്വന്തം സഹപാഠിയെ സ്നേഹിക്കാൻ, ഇഷ്ടപ്പെടാൻ, സഹപാഠി ഒരേ ബെഞ്ചിലിരിക്കുന്നവൻ എന്നുള്ള ഒറ്റ പദത്തിന്റെ പുറത്ത് നന്മയുടെ ഏറ്റവും വലിയ വടവൃക്ഷം വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു വേദിയാണ് ക്യാമ്പസ് എന്ന് നമുക്ക് പഠിക്കാൻ അവസരമുണ്ടായി. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഗാസയിലെ കുട്ടികളുടെ സ്ഥിതി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇടിഞ്ഞു മരിക്കുന്ന ഗാസയിലെ കുഞ്ഞുങ്ങൾ ഏത് രാജ്യമായാലും നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ണീരോടെ മരിച്ചു വീഴുന്ന ചിത്രം നമ്മുടെയൊക്കെ മനസ്സിൽ വിലങ്കരിക്കുന്നു. അത് നൽകുന്നത് ആ വിലങ്ങലിപ്പ് നമുക്ക് നൽകിയത് എവിടെ വെച്ചാണ്? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ക്യാമ്പസ് പകർന്നു തന്ന മാനവികതയുടെ വലിയ മുഖം.
CR മഹേഷ് MLA സ്വാഗതം പറഞ്ഞു. സംവിധായകൻ കമൽ, എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ, നടൻ ചന്തു സലിംകുമാർ, സാഹിത്യകാരി നിംന വിജയ്, മുഹമ്മദ് ഹനീഫ്, സുധീർ മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. വളരെയധികം സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ. സത്യത്തിൽ പൊൻതൂവൽ എന്ന പേര് ഇത് മനോഹരമായ പേരാണ്. ഗോൾഡൻ ഫെദർ എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ എനിക്ക് ഹൃദയത്തോട് ചേർത്തെടുക്കാൻ തോന്നുന്നത് നമ്മുടെ മലയാളം. ആ പേര് ഈ പരിപാടി KC വേണുഗോപാൽ ചേരാദ്യം അഭിനന്ദിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്ന വലിയ ഒരു പൊൻതൂവലാണ് ഉറപ്പായി നമുക്ക് പറയാൻ കഴിയും. അത് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീ KC വേണുഗോപാൽ MLA ആയിരിക്കുന്ന സമയത്ത് തുടങ്ങിയ 2006 തുടങ്ങിയ പരിപാടി അദ്ദേഹം പിന്നീട് MP ആയതിനു ശേഷം ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ നിന്ന് മാറി അദ്ദേഹത്തിൻ്റെ ആലപ്പുഴ പാർലമെൻ്ററി നിയോജക മണ്ഡലം മുഴുവൻ വ്യാപിപ്പിക്കുകയും ആലപ്പുഴയുടെ സമഗ്രമായ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ തലമുറയുടെ മികവിന് കൊടുക്കുന്ന അംഗീകാരമായി മാറുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണിക്കാവ് ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നെന്ന ആരോപണം. സ്വകാര്യ ബസ് ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചു. സ്റ്റാൻഡ് നിലനിർത്തണമെന്ന ആവശ്യം ശക്തം. സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. പവന് 320 രൂപ വർദ്ധിച്ചു. ഗ്രാമിന് 10,320 രൂപയും പവന് 82,560 രൂപയും. രാജ്യത്ത് ഇരട്ട സ്ലാബ് GST പരിഷ്കരണം പ്രാബല്യത്തിൽ. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നഷ്ടം നികത്താതെയാണ് കേന്ദ്രത്തിന്റെ പുതിയ പരിഷ്കരണം. ഇനി മുതൽ 5%, 18%മാണ് GST സ്ലാബുകൾ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.